നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുള്ള സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ ഇടത് വലത് കക്ഷികൾ മത്സരിക്കുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെയും തൊടുപുഴ അർബൻ ബാങ്കിലെയും പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ ജനകീയ ധർണ നടത്തി. നവരാത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രങ്ങൾ. ദേശീയ ഉത്സവമായ നവരാത്രി കേരളത്തിൽ ദുർഗാപൂജയായിട്ടാണ് നടത്തപ്പെടുന്നത്. 9 ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി ആഘോഷം. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഈ വർഷത്തെ ജവഹർ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അവാർഡ് സമർപ്പണ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. RSSന്റെ കേരള ബ്രാൻഡ് അംബാസഡറായി പിണറായി വിജയൻ മാറിയെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി മെമ്പർ ഷാനിമോൾ ഉസ്മാൻ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുള്ള സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ ഇടത് വലത് കക്ഷികൾ മത്സരിക്കുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തൊടുപുഴ വെങ്ങല്ലൂർ ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ഗുരുദേവ ക്ഷേത്രത്തിലെ ചുറ്റമ്പല സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ആദർശ രാഷ്ട്രീയം മരിച്ചുപോയി. ഇപ്പോഴുള്ളത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്താൻ ഇടത് വലത് മുന്നണികൾ മത്സരിച്ചപ്പോൾ വോട്ട് കുത്തി യന്ത്രങ്ങളായ നമ്മൾ രക്തസാക്ഷികളായി. മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ ജനസംഖ്യ ആനുപാതികമായി രാഷ്ട്രീയ നീതി, വിദ്യാഭ്യാസ നീതി, സാമ്പത്തിക നീതി, സാമൂഹിക നീതി എന്നിവ ലഭിക്കാൻ നാം ഒന്നായി നിന്നാൽ മാത്രമേ സാധിക്കൂ. അതിനുള്ള മുന്നേറ്റമാണ് വർത്തമാനകാലത്ത് അനിവാര്യമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വെങ്ങല്ലൂർ ചേറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ഗുരുദേവ ക്ഷേത്രത്തിലെ ചുറ്റമ്പല സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്രേറ്റാണ്. അത് ഭംഗിയായിരിക്കുന്ന ഇന്നത്തെ വനിതാ നേതാക്കന്മാർക്ക് കൂടുതൽ പ്രോത്സാഹനവും കരുത്തും നൽകാൻ വേണ്ടി അവർക്കും കൂടി തന്നെയാണ് ലക്ഷ്യം. ഇതിനെല്ലാം ഉപരി ഈ ദ്രവ്യപാന പാഠശാല ഇന്ന് കേരളത്തിൽ ഏറ്റവും മനോഹരമായി സുന്ദരമായും ഓൺലൈനാണെങ്കിലും ഏറെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏക യൂണിയൻ തുടങ്ങുക. വലിയ മാറ്റങ്ങൾ അവരെയും പ്രോത്സാഹിപ്പിക്കണേ. അങ്ങനെ 4 കോഴ്സുകൾ സാധാരണ നേതാക്കന്മാർക്ക് ഓരോ ലക്ഷം രൂപ വെച്ച് 4 ലക്ഷം രൂപയാണ്. അത് അടുത്ത ദിവസം തന്നെ ഈ ഹാളിൽ വെച്ചുകൂട്ടി അതിൻ്റെ നേതാക്കന്മാർക്ക് ഇന്നത്തെ യൂണിയൻ ചേർത്ത് കൊടുക്കണമെന്നും അത് ഇന്നോ നാളെ വന്ന് ഞാൻ ആ രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. മാത്രമല്ല ബെന്നിഷാന്തി വളരെ സൂത്രക്കാരനാണ് എനിക്കറിയാം. അവരുടെ സൂത്രമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥന 10 ലക്ഷം രൂപ അവർ ചാർജ് ചെയ്ത കാശ് യൂണിയൻകാരെ SN ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. തൊടുപുഴ യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെയും തൊടുപുഴ അർബൻ ബാങ്കിലെയും പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ ജനകീയ ധർണ നടത്തി. മാത്യു ജോസ് മാങ്കുളം ധർണ ഉദ്ഘാടനം ചെയ്തു.
സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെയും അർബൻ ബാങ്കിലെയും പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ നടത്തിയ ജനകീയ ധർണ സംഘടിപ്പിച്ചത്. 25 ലക്ഷം രൂപ വിലയില്ലാത്ത പ്രോപ്പർട്ടിക്ക് 3 കോടി കൊടുക്കുമ്പോൾ 50 ലക്ഷം കിട്ടുന്ന ആർക്ക് പാർട്ടി നേതാക്കന്മാരുടെ പോക്കറ്റിലേക്കും പാർട്ടി ഫണ്ടിലേക്കും അതിന്റെ പ്രതിഫലനമാണ് തൊടുപുഴ മേഖലയിൽ പാർട്ടി ഓഫീസുകൾ മണിമന്ദിരങ്ങളായി മാറിയിരിക്കുന്നത്. തൊടുപുഴ കിഴക്കേറ്റത്ത് നിങ്ങൾ പാർട്ടി ഓഫീസ് കണ്ടോ? ഒരു കോർപ്പറേറ്റ് ഓഫീസിനേക്കാൾ വലിയ ഓഫീസാണ് തൊടുപുഴ കിഴക്കേറ്റത്ത് പണിയുന്നത്. കരിമണ്ണൂർ പണിയുന്നുണ്ട്, കോർപ്പറേറ്റ് ഓഫീസിനേക്കാൾ വലിയ ഓഫീസ് പണിയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, പണം എവിടുന്ന? ഇവരാരെങ്കിലും അധ്വാനിച്ച പണമാണോ? ഇതുപോലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർത്തുകൊണ്ട് ആവശ്യമില്ലാത്ത ലോണുകൾ നൽകി അവരുടെ കമ്മീഷൻ പറ്റിക്കൊണ്ടാണ് ഈ പണം മുഴുവൻ സമ്പാദിച്ചിട്ടുള്ളത്. എന്നിട്ടും ആളുകളുടെ മുമ്പിലേക്ക് വരിക, അടുത്ത തവണ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പണിയുവാൻ വേണ്ടി കുണ്ടിപ്പിരിവ്. നാണമില്ലേ നിങ്ങൾക്ക്? ഞാൻ ചോദിക്കും, നാണമില്ലേ നിങ്ങൾക്ക്? ജനങ്ങളുടെ മുമ്പിലേക്ക് ഇതുപോലെ ക്രൂരമായ ഭരണം നടത്തിയിട്ട് ഇതുപോലെ ജനങ്ങളെ ക്രൂരമായി ഭരിച്ചിട്ട് പണം ചോദിച്ച് ചെല്ലുവാൻ അല്പമെങ്കിലും ഉളുപ്പില്ലേ? പല ആളുകളും പറയുന്നുണ്ട്, CPM-നെ പറഞ്ഞാൽ അവർ കഴുത്ത് വെട്ടി കളയും, കോൺഗ്രസിനെ പറഞ്ഞാൽ അവർ തോപ്പിച്ചു കളയും. ഒന്നും ചെയ്യില്ല. എന്നാ ചെയ്യണേ? ഇവർക്കൊന്നും വീടുകളിൽ ആളില്ലേ? നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കുക വേണ്ട. ഒരാൾ ഒന്നും ചെയ്യില്ല. ജനം ഒറ്റക്കെട്ടായി നിന്നാൽ ഇവരൊന്നും ചെയ്യില്ല. ഇവർ ചെയ്യുന്ന അക്രമത്തിനും അഴിമതിക്കും എല്ലാം കൂട്ടുനിൽക്കണമെന്നാണ് പറയുന്നത്. ഒരിക്കലും സാധ്യമല്ല. ഇത്രയും പേർ 100, 200, 300 പേര് കരിമണ്ണിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കാൻ വരണ്ട. ആം ആദ്മി പാർട്ടിയുടെ കൊടി പിടിക്കാൻ വേണ്ടി ആരോട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്ര നീതികേട് കാണിക്കുന്ന, ക്രമക്കേട് കാണിക്കുന്നവരോട് ഒതുക്കത്തിൽ നിങ്ങൾ ഒന്ന് ചോദിക്കുക. ഒരു ചായക്കടയിൽ വെച്ച് ഒരു തൂണിന് മറവിൽ നിങ്ങൾ ചോദിക്കുക, ആ അക്കൗണ്ട് ഒന്ന് പബ്ലിഷ് ചെയ്യുക. അർബൻ ബാങ്ക് തകർത്തതാരാ? സർവീസ് ബാങ്ക് തകർത്തതാരാ? നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കാൻ വരുന്ന നല്ല നേതാക്കന്മാരുണ്ട്. UDF-ലെയും LDF-ലെയും NDA-യിൽ നല്ല നേതാക്കന്മാരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ അണികളോട് പറ, ഈ നേതാക്കന്മാരോട് ചോദിക്കുക. ധർണാ സമരത്തിന്റെ ഉദ്ഘാടനം മാത്യു ജോസ് മാങ്കുളം നിർവഹിച്ചു. അവർ നിങ്ങൾ ശമ്പളം നൽകി നിയമിച്ചവരാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ടവരാണെങ്കിൽ എന്തുകൊണ്ട് അവിടുത്തെ ബാങ്കിലെ പണം വല്ലവരും പഠിച്ചുകൊണ്ടുപോയി? അവരവരുടെ ജോലി ചെയ്തില്ല. അതല്ലെങ്കിൽ ജോലിക്കപ്പുറത്തെന്നൊക്കെ അവർ ചെയ്തു. അവര് ശിക്ഷിക്കപ്പെടണ്ടേ? ഇവിടെ പരിശോധിച്ച കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ ശിക്ഷിക്കപ്പെടണ്ടേ? ജനങ്ങൾക്ക് അതിന് അധികാരമില്ലേ? നമ്മുടെ നിയമത്തിന് അതിനുള്ള വ്യവസ്ഥകളില്ലേ? എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല? അപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ 2 മുന്നണിയും ഒന്നാണ്. പാവപ്പെട്ടവരെ പറ്റിക്കുന്ന കാര്യത്തിൽ, സഹകാരികളെ പറ്റിക്കുന്ന കാര്യത്തിൽ അവരൊന്നാണ്. എന്തുകൊണ്ട് ഈ ദൂഷിത വലയത്തിൽ നിന്ന് പുറത്തു കിടക്കണം എന്ന് കരിമണ്ണൂർകാർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത് ചിന്തിക്കാനുള്ള ഒരു തുടക്കമായി ഇന്നത്തെ ഈ സമരം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കതിന് കഴിയും. അതിന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനമായി വളർന്ന കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് നാളുകളിൽ മുന്നോട്ട് പോകൂ. ഒരു നൂറ്റാണ്ട് മുമ്പ് ഇത് ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും അവരുടെ പേര്, വീട്ടുപേരെയൊക്കെ. അവരെന്ത് പ്രതീക്ഷകളോടെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ തെരുവിലിങ്ങനെ അലക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. ജനകീയ ധർണയുടെ സമാപന സമ്മേളനം ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖരാണ് പൗരപ്രമുഖർ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൗരപ്രമുഖരുടെ ടൈം വന്നപ്പോൾ തന്നെ ഒരു പൊതുപ്രവർത്തകൻ ചീഫ് സെക്രട്ടറിക്ക് എഴുതി ചോദിച്ചു, സാറേ ആരാണ് ഈ പൗരപ്രമുഖർ? അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പൗരപ്രമുഖർ ആരാണ്? അങ്ങനെ ഒരാളെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ കേരളയുമായി ബന്ധപ്പെട്ട് വസ്തു ഏറ്റെടുക്കുന്ന ഒരു നടപടി കേരളത്തിലുണ്ടായി. അതായത് സാധാരണക്കാരന്റെ വസ്തു, അവൻ ജീവിക്കുന്ന ജീവിതം, ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന രീതിയിൽ ഒരു സുപ്രഭാതത്തിൽ കേരളയിൽ വരുന്നു. കേരളത്തിൽ ഗതാഗത ന്യൂസ് ബ്യൂറോ തൊടുപുഴ. നവരാത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രങ്ങൾ. ദേശീയ ഉത്സവമായ നവരാത്രി കേരളത്തിൽ ദുർഗാപൂജയായിട്ടാണ് നടത്തപ്പെടുന്നത്. 9 ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി ആഘോഷം. ആദ്യ 3 ദിനങ്ങൾ ദുർഗാ സാന്നിധ്യം, പിന്നീടുള്ള 3 ദിനങ്ങൾ ലക്ഷ്മി സാന്നിധ്യം, അവസാനത്തെ 3 ദിനം സരസ്വതി സാന്നിധ്യം എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് വിജയദശമി ദിനത്തിൽ വിദ്യാർത്ഥികളെ എഴുത്തിനിരുത്തുന്നത്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴയിലും ബ്രാഹ്മണ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് ബൊമ്മ കൊലുസു നടത്താറുണ്ട്. നവരാത്രി നമ്മുടെ ഒരു ദേശീയ ഉത്സവമാണ്. കേരളത്തിൽ അത് ദുർഗാപൂജയായിട്ടാണ് നടത്തുന്നത്.
അതായത് നവരാത്രി 9 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷിച്ചു വരുന്നത്. ആദ്യത്തെ 3 ദിവസം ദുർഗാ സാന്നിധ്യവും, പിന്നത്തെ 3 ദിവസം ലക്ഷ്മി സാന്നിധ്യവും, അവസാന 3 ദിവസങ്ങൾ സരസ്വതി സാന്നിധ്യവുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വിജയദശമി ദിവസത്തിൽ വിദ്യാർത്ഥികളെ എഴുത്തിനിരുത്തുന്നതും കലകൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. ദേശീയ ഉത്സവമായ നവരാത്രി കേരളത്തിൽ ദുർഗാ പൂജയായിട്ടാണ് നടത്തപ്പെടുന്നത്. 9 ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി ആഘോഷം. ആദ്യ 3 ദിനങ്ങൾ ദുർഗാ സാന്നിധ്യം, പിന്നീടുള്ള 3 ദിനങ്ങൾ ലക്ഷ്മി സാന്നിധ്യം, അവസാനത്തെ 3 ദിനം സരസ്വതി സാന്നിധ്യവും എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് വിജയദശമി ദിനത്തിൽ വിദ്യാർത്ഥികളെ എഴുത്തിനിരുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഈ വർഷത്തെ ജവഹർ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അവാർഡ് സമർപ്പണ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പിയെ ജവഹർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. എസ് ഡി രാജ്, സന്തോഷ് പി എൻ, ഷൺമുഖസുന്ദരം എന്നിവർക്ക് ജവഹർ അധ്യാപക അവാർഡുകൾ ലഭിച്ചു. ഗവൺമെന്റ് സ്കൂളുകളുടെയും അധ്യാപകരുടെയും ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഈ വർഷത്തെ ജവഹർ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ പ്രൈമറി വിഭാഗം അധ്യാപകനായ എസ് ടി രാജ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ സന്തോഷ് PN, കുമളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനായ ഷൺമുഖസുന്ദരം എന്നിവരാണ് ജവഹർ അധ്യാപക അവാർഡ് ജേതാക്കൾ. അയ്യപ്പൻ കോവിൽ ഗവൺമെന്റ് LP സ്കൂൾ പ്രൈമറി വിഭാഗം, വാഗുവര ഗവൺമെന്റ് ഹൈസ്കൂൾ വിഭാഗം, കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജവഹർ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം ലഭിച്ചത്. അവാർഡ് സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഓൺലൈൻവൽക്കരിക്കപ്പെട്ട ഇന്റർനെറ്റിന്റെ സാധ്യതകൾ എല്ലാ മേഖലയിലും സുപരിചിതവും പ്രയോജനകരവുമായിട്ടുള്ള കാലഘട്ടമായിരുന്നിട്ടും അധ്യാപകരുടെ പ്രസക്തി ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് പുസ്തകം എന്നുള്ളത് പൂർണ്ണമായും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. ലൈബ്രറികളിലെല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ പഠനം നടത്തുന്ന ആളാണെങ്കിലും ഗവേഷണ വിദ്യാർത്ഥിയാണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകളും ഇൻ്റർനെറ്റിൻ്റെ ഫലവത്തായിട്ടുള്ള പ്രയോജനകരമാകുന്ന കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ് അധ്യാപക ദിന സന്ദേശം നൽകി. GSTWO പ്രസിഡന്റ് VM ഫിലിപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. KRTC സംസ്ഥാന പ്രസിഡന്റ് സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങൾ പുരസ്കരിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPക്ക് ജവഹർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. ഡയസ് ജോൺ സെബാസ്റ്റ്യൻ, PM നാസർ, ബിജോയി മാത്യു, ജയന്തി KS, സുനിൽ T തോമസ്, രശ്മി N, ആദ്യം CBK ജോർജ്, മനോജ് കുമാർ CK, ദീപു ജോസ്, സിനി ട്രീസ, നിസ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. RSSന്റെ കേരള ബ്രാൻഡ് അംബാസഡറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി മെമ്പർ ഷാനിമോൾ ഉസ്മാൻ. പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച 1500 ജനസദസ്സുകളുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഷാനിമോൾ. DCC പ്രസിഡന്റ് CP മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. RSSന്റെ കേരള ബ്രാൻഡ് അംബാസഡറായി പിണറായി വിജയൻ മാറി. അഴിമതിയുടെ പറുദീസയായി ഇടതു ഭരണത്തിൽ നാടുമാറി ജനങ്ങൾ വറുതിയിലായിട്ടും കമ്പോളത്തിൽ ഇടപെടാൻ മന്ത്രിമാർക്ക് സമയമില്ല. പൂരം കലക്കാനും RSS നേതാക്കളെ കാണാനും ADGPയും IPSകാരും പിണറായി വിജയന്റെ ദൂതരായി രഹസ്യയാത്ര നടത്തുന്ന നാടായി കേരളം മാറി. നട്ടലുള്ള നേതാക്കൾ നയിച്ചിരുന്ന CPI ഇന്ന് പിണറായിയുടെ മുന്നിൽ വാ തുറക്കാൻ ശേഷിയില്ലാത്ത പ്രസ്ഥാനമായി മാറിയെന്നും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി മെമ്പർ ഷാനിമോൾ ഉസ്മാൻ കൂട്ടിച്ചേർത്തു. പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച 1500 ജനസദസ്സുകളുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഇടവെട്ടിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഷാനിമോൾ. എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഡസൻ കണക്കിന് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ കൂടി ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രി ഭരണത്തിലേക്ക് കടന്നു
ക്രമസമാധാന രംഗം ഇന്ന് ഏറ്റവും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൂടെ കടന്നു പോവുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്, ബഹുമാനായ മഹാനായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വളരെ സ്വതന്ത്രമായി സംസ്ഥാനങ്ങളുടെ ക്രമസമാധാന നിലയെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച് ബോംബെയിലെ ഒരു മാഗസിനിൽ വന്ന അന്നത്തെ ഒരു റിപ്പോർട്ടിന്റെ മനസ്സിലേക്ക് ഇപ്പോഴും കടന്നു വരികയാണ്. മണ്ഡലം പ്രസിഡന്റ് എ കെ സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി S അശോകൻ, നിഷ സോമൻ, PS ചന്ദ്രശേഖരപിള്ള, MD അർജുനൻ, ഇന്ദു സുധാകരൻ, TJ പീറ്റർ, ജോൺ നെടിയപാല, NI ബെന്നി, ഷിബിലി സാഹിബ്, ജാഫർ ഖാൻ മുഹമ്മദ്, പത്മാവതി രഘുനാഥ്, ലത്തീഫ് മുഹമ്മദ്, സുനി സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴത്തോപ്പ് 1-ാം വാർഡ് കൺവെൻഷൻ നടന്നു. മണിയാറൻകുടിയിൽ നടന്ന സമ്മേളനം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനക്കനാട്ട് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം 1-ാം വാർഡ് കൺവെൻഷനാണ് മണിയാറൻകുടിയിൽ നടന്നത്. DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനക്കനാട്ട് അധ്യക്ഷത വഹിച്ച യോഗം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ചില ഒരുക്കങ്ങളൊക്കെ നടത്തി, അല്ലേ? എല്ലാ സ്ഥലങ്ങളും നടത്തി. അതിന്റെ ഒരു പ്രയോജനം നമുക്ക് കിട്ടുകയും ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്കറിയാം ഒത്തിരി അനുകൂല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഘടകകക്ഷി കൂടെ നമ്മുടെ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ ആ ഘടകകക്ഷി വിട്ട് അപ്പുറത്തും പോയി ജില്ലയിലെ വലിയ പ്രഗത്ഭന്മാരാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു പാർട്ടി അവർ വിട്ട് അപ്പുറത്തും പോയി അനുകൂലമായിരുന്ന മറ്റു പല രാഷ്ട്രീയ സാഹചര്യങ്ങളും നമുക്ക് കൈമോശം വരികയും ചെയ്ത സമയത്താണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നമ്മളൊരു പദ്ധതിയോടുകൂടി, പ്ലാനിങ്ങോടുകൂടി നേരിടാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും സംസ്ഥാന ഭരണം നടത്തുന്ന CPIM-ഉം ഒരേ നാണയത്തിന്റെ രണ്ട് മുഖങ്ങളാണെന്നും രാജ്യത്തും സംസ്ഥാനത്തും ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്നും കോൺഗ്രസിന്റെ തിരിച്ചുവരവിലൂടെ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്നും തോമസ് രാജൻ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിദ്യാഭ്യാസ കാർഷിക മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, PD ജോസഫ്, CK ജോയി, ആലീസ് ജോസ്, മുജീബ് റഹ്മാൻ, മാർട്ടിൻ വള്ളാടി, സൈമൺ പുത്തൻപുരയ്ക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സഹസ് 2024 ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മിനി സാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറിയും ഇടുക്കി ജില്ലയുടെ ചാർജുമുള്ള മഞ്ജു M ചന്ദ്രൻ നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 10 ജനകർമ്മ പരിപാടിക്ക് രൂപം നൽകുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹിളാ സാഹസ് 2024 ക്യാമ്പ് നടത്തിയത്. തൊടുപുഴ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പത്മാവതി രഘുനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറിയും ഇടുക്കി ജില്ലയുടെ ചാർജുമുള്ള മഞ്ജു M ചന്ദ്രൻ മഹിളാ കോൺഗ്രസ് മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നടത്തി. വിഷൻ 25 എന്ന പേരിൽ വളരെ മുൻപേ പഞ്ചായത്ത് ഇലക്ഷന് ഉള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജില്ലാ ക്യാമ്പ് കഴിഞ്ഞു, ബ്ലോക്ക് ക്യാമ്പ് കഴിഞ്ഞു, മണ്ഡലം ക്യാമ്പ് കഴിഞ്ഞു. ഇപ്പോൾ വാർഡ് കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുക, അല്ലേ? എല്ലായിടത്തും നടക്കുന്നില്ലേ? വാർഡ് കൺവെൻഷനിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും നല്ല പോഷക സംഘടന എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നില്ലേ? ഇല്ലേ? മഹിളാ കോൺഗ്രസും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പത്മാവതി ചേച്ചി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് അടുത്ത പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും പ്രസിഡന്റുമാരും അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ആയി വരാൻ ശേഷിയുള്ള ആളുകളാണ്, ആകേണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സിമിലി ടോമി, ബിന്ദു ദിനേശ്, കരിമണ്ണൂർ ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി ബിന്ദു പ്രസന്നൻ, നൈസി ഡെനിൽ, തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സുനി സാബു, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ,
INTUC നേതാവ് രാധാകൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. തുടർന്ന് KSU ജില്ലാ പ്രസിഡന്റ് ഷെറിൻ ലോറസ്, ജിഷാമോൾ CA എന്നിവർ സംസാരിച്ചു. തൊടുപുഴ ബ്ലോക്ക് സെക്രട്ടറി ബിജി CR സ്വാഗതവും ശില്പ സുനിൽ നന്ദിയും പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 10 ജനകർമ്മ പരിപാടിക്ക് രൂപം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് ആവശ്യമായ സാമഗ്രികൾ നൽകി. പാലിയേറ്റീവ് കെയർ സെന്ററിലെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ ഡയപ്പറുകളും വസ്ത്രങ്ങളും നൽകുകയും ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് അജീവ് പുരുഷോത്തമൻ, സെക്രട്ടറി ഡോക്ടർ ബോണി ജോസ് ടോം, ട്രഷറർ സജി മാത്യു, വൈസ് പ്രസിഡന്റ് ഡോക്ടർ മെർലിൻ ഏലിയാസ്, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, റിക്രിയേഷൻ കമ്മിറ്റി ചെയർമാൻ തോമസ് ജോർജ്, PJ ജോസ്, ഡോക്ടർ ജിയോ പയസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറച്ച് സാധനങ്ങൾ ആവശ്യമായിരുന്നു. ഞങ്ങളൊന്ന് നോക്കി അതിനുവേണ്ട സാധനങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും ബോർഡിൽ വച്ചു. അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ കൊടുക്കുന്നത് വളരെ മനോഹരമായ കുറച്ച് സാധനങ്ങൾ ഇവിടെ സ്പോൺസർ ചെയ്യുകയാണ്. കിടപ്പ് രോഗികളുടെ പോലെയും അതുപോലെ തീരെ പരിചരിക്കാനും എന്തെങ്കിലും സഹായം അറ്റൻഡ് ചെയ്യാനും ഒന്നും ആളില്ലാത്ത കുറേ രോഗികളൊക്കെ വന്ന് പെടുന്നുണ്ട്. അവർക്ക് നൈറ്റി വാങ്ങാനും അതുപോലെ ഡയപ്പർ വാങ്ങാനും ഒക്കെ ഇവിടെയൊന്നും ഫണ്ടില്ല, പലപ്പോഴും സപ്ലൈ കാണില്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് നിങ്ങളൊക്കെ കൂടെ ഒക്കെ സ്പോൺസർ ചെയ്തും കോൺട്രിബ്യൂട്ട് ചെയ്തും ഒക്കെയാണ് ആ കുറവ്. കറണ്ട് പോകുമ്പോൾ പേഷ്യൻസിന് തടസ്സം കൂടാതെ ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനിയും ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സാമൂഹ്യ കുടുംബത്തിലുള്ള സന്മനസ്സുള്ള കുറേ ആളുകൾ. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിൽ ഡിവിഡൻഡ് വിതരണം ആരംഭിച്ചു. ആദ്യകാല ഭരണസമിതി അംഗം CM കൃഷ്ണൻ ചിങ്ങഞ്ചിറയ്ക്ക് ഡിവിഡൻഡ് നൽകിക്കൊണ്ട് ബാങ്ക് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. KP ജോസഫ്, മുൻ ഡയറക്ടർ VP ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു. ഡയറക്ടർമാരായ റോബി സിറിയക്, റോയി അഗസ്റ്റിൻ, സെക്രട്ടറി VT ബൈജു, സഹകാരികൾ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബാങ്ക് ഹെഡ് ഓഫീസിലും ആനക്കയം ബ്രാഞ്ചിലും ഡിവിഡൻഡ് വിതരണം നടന്നുവരുന്നു. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രതിസന്ധികൾ നേരിട്ട കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മുടെ തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ഈ കാലഘട്ടത്തിൽ ചെയ്തു തീർത്തിട്ടുണ്ട്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, സഹകാരികൾക്ക് ചികിത്സാ സഹായ ഫണ്ട്, അതുപോലെ തന്നെ മണ്ണാന്തര നിധി ഉൾപ്പെടെയുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലേക്ക് ബാങ്ക് കടന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വലിയ വിഹിതം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപയാണ് ഈ വർഷം നമുക്ക് ലാഭം ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് 25 ലക്ഷം രൂപയും ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് 4% ലാഭമാണ് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചെങ്കിൽ ഈ വർഷം നമുക്ക് 10% ലാഭം കൊടുക്കാനായിട്ട് നമ്മുടെ ബാങ്കിന് അതിനുള്ള കരുത്തും ശേഷിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളിൽ, പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ വലിയ തളർച്ച ഉണ്ടായപ്പോഴും ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ബാങ്ക് നമ്മുടെ ഈ ജില്ലയിൽ ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥിതി കൊണ്ട് നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ സഹകാരികൾക്ക് അഭിമാനിക്കാം. അപ്പോൾ എത്ര കാശുള്ളവരാണെങ്കിൽ ഇല്ലാത്ത മരണാവസ്ഥയെ കുറിച്ച് ഇല്ലാത്തൊരവസ്ഥയാണ്. ആ സമയത്ത് ഇടപെടുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്കിൻ്റെ ഇടപെടൽ. ഞങ്ങൾക്ക് ഒരു വരുമാനം കൂടി വിത്ത് സമർപ്പിക്കുന്നതിനേക്കാൾ കാര്യങ്ങളുണ്ട്. ഒരു പണം കൊണ്ടുപോയി കലാചരണങ്ങളിലും വലിയ വിത്ത് കാര്യത്തിനേക്കാളും ആ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പദ്ധതിയായിട്ടാണ് ഈ കണ്ടുകൊണ്ട് നമ്മൾ ബാങ്ക് സ്കീം നടപ്പിലാക്കി. അപ്പോൾ നിങ്ങൾ സമൂഹത്തുള്ള ആരോടും പറയാം, 1000 രൂപയായിട്ട് വന്നാൽ നമുക്ക് സ്കീമിൽ ചേരാം. അതും നല്ല ദിവസം തന്നെ നമ്മളെ കുടുംബാംഗങ്ങൾ വിളിക്കുന്നത് പുതിയൊരു പദ്ധതി. നമ്മൾ അതുപോലെ തന്നെ ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങൾക്ക് സ്കീമിലേക്ക് നമ്മൾ സഹകരണ ബാങ്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് ഒരു മാതൃകയാക്കി കാണിച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുകയാണ്. ഈ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാം. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാതെ തന്നെ കാര്യം 20 വർഷങ്ങളെ കൂടുതലായി ഞങ്ങൾ ഇതിലുള്ളതാണ്. അതുകൊണ്ട് ആ സഹകരണ മനോഭാവം ഈ കണ്ടിന്യൂ ചെയ്യുന്നതും ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം.
കോതമംഗലത്ത് രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന്റെ 5ാം വാർഷികം ആഘോഷിച്ചു. മൂവാറ്റുപുഴ മേഖല മെത്രാപ്പൊലീത്ത മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാർത്താമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, ഫാദർ ജോസ് തച്ചേത്തുകുടി, ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ലത്തീഫ് കുഞ്ചാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലാണ് രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന്റെ 5ാം വാർഷികം ആഘോഷിച്ചത്. 2019 ഒക്ടോബർ 6-ാം തീയതിയായിരുന്നു രണ്ടാം കൂനൻ കുരിശ് സത്യം നടത്തിയത്. മഹാപരിശുദ്ധനായ എൽദോ മാർ ബെസേലിയോസ് ബാവ കാലം ചെയ്തപ്പോൾ സ്വയം പ്രകാശിച്ച കൽക്കുരിശിൽ ആലാത്ത് കെട്ടി അതിൽ പിടിച്ചു നിന്ന വിശ്വാസികൾ മൂവാറ്റുപുഴ മേഖല മെത്രോപൊലീത്ത മാത്യൂസ് മോർ അന്തിമോസ് തിരുമേനി ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി. സൂര്യചന്ദ്രന്മാരുള്ളിടത്തോളം കാലം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഒരു നാളും മറക്കുകയില്ല. ഞങ്ങളുടെ പൂർവിക പിതാക്കന്മാർ പൈതൃകമായി ഞങ്ങൾക്ക് പകർന്നു തന്ന സത്യവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ ഒരു നാളും അണുവിട പോലും വ്യതിചലിക്കുകയില്ല. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ ഞങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, ഫാദർ ജോസ് തച്ചേത്തുകുടി, ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ, ഫാദർ ബിജോ കാവാട്ട്, ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ, ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലിവേലിൽ, ഏലിയാസ് കീരംപ്ലായിൽ, സലിം ചെറിയാൻമാലിൽ, ബേബി പാറേക്കര, ബിനോയി തോമസ് മണ്ണഞ്ചേരിൽ, എബി ചേലാട്ട്, ഡോക്ടർ റോയി മാലിൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഒക്ടോബർ 16 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖല പ്രവർത്തക കൺവെൻഷൻ നടന്നു. കിഴക്കൻ മേഖല പ്രവർത്തക കൺവെൻഷൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. NC വിജയകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ 16 സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖല പ്രവർത്തക കൺവെൻഷൻ നടന്നു. മൂവാറ്റുപുഴ BTH ഹാളിൽ നടന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ നിർവഹിച്ചു. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം UDF സർക്കാർ ഇത് ഉമ്മൻചാണ്ടി നൽകാം. അതിനുശേഷം 2024 LDF ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നിയമസഭയിലേക്കാണ് സെക്രട്ടറിയേക്കാണ് മാറ്റുന്നത്. ഈ സംസ്ഥാനത്ത് പല രാഷ്ട്രീയ സംവിധാനങ്ങളിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ഒട്ടേറെ മാധ്യമപ്രവർത്തകർ. എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ഞാൻ CHP ഏരിയ സെക്രട്ടറി, അതുപോലെ ദേശാഭിമാനി ലേഖനമാണ്. അപ്പോൾ പല ദേശാഭിമാനി ലേഖന്മാർ ഇത് സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ CPM-നെതിരെയുള്ള സമരമല്ലേ എന്നൊരു ആശങ്ക. നമ്മൾ ഒരു സർക്കാരിനെയും മത്സരാനോ അല്ലെങ്കിൽ മോശമായി ഉപയോഗിക്കാനല്ല, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമര പോരാട്ടമാണ്. ഒരു വർഷത്തിൽ 1-2 അവധി ദിവസങ്ങളാണ് ആഗസ്റ്റ് 15 തിരുവനന്തപുരം ഉൾപ്പെടെ. ആ സമയത്ത് പോലും ഒരു കുടുംബമായിട്ട് ഒരു യാത്ര പോവുകയാണ്. ഒരു അന്വേഷണ സംഭവം, ഒരു ബസ് കുടുംബമോ വലിയ അന്വേഷണം ഉണ്ടായിക്കില്ല. അടുത്ത വണ്ടിക്ക് മക്കളെയും ഭാര്യയും എല്ലാം വീട്ടിലേക്ക് കയറ്റിവിട്ട് ആ ദുരന്ത മുഖത്തേക്ക് നമ്മൾ ഓടിയെത്തുമ്പോൾ NC വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് മണ്ണത്തൂർ, ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട്, സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ, കോതമംഗലം മേഖലാ പ്രസിഡന്റ് PA സോമൻ, പിറവം മേഖലാ പ്രസിഡന്റ് ജോമോൻ പിറവം, മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് KS സന്തോഷ് കുമാർ, കോലഞ്ചേരി മേഖലാ പ്രസിഡന്റ് ബാബു B ഗോപാലൻ, മുൻ കോതമംഗലം താലൂക്ക് സെക്രട്ടറി CD മുഹമ്മദ്, മുൻ മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് അബ്ബാസ് ഇടപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ജാതി കൃഷിയിലെ മികവിന് ദേശീയ അവാർഡ് നേടിയ കർഷകൻ വിടവാങ്ങി. കരിമണ്ണൂർ പള്ളിക്കാമുറി ശൗര്യാമകൽ റോയി മാത്യുവാണ് തിങ്കളാഴ്ച വിട പറഞ്ഞത്. ഏതാനും നാളുകളായി അസുഖബാധിതനായിരുന്നു.
ഇതേക്കുറിച്ച് PSK പ്രവീൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ജാതി കൃഷിയിൽ മികച്ച നേട്ടം കൊയ്ത കർഷകൻ ഓർമ്മയായി. കരിമണ്ണൂർ പള്ളിക്കാമുറി ശൗര്യമകൾ റോയി മാത്യുവാണ് 63-ാം വയസ്സിൽ വിടവാങ്ങിയത്. ഏതാനും നാളുകളായി രോഗബാധിതനായിരുന്നു. പഠനകാലം മുതൽ കാർഷിക മേഖലയിൽ ശ്രദ്ധിച്ചിരുന്ന റോയി ജാതി കൃഷിയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ജാതി കൃഷിയിലെ മികവിന് ദേശീയ അവാർഡ് 5 വർഷം മുൻപ് നേടിയിരുന്നു. അന്ന് അതേക്കുറിച്ച് റോയിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് ക്ഷണമുണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ. അവിടെ ചെന്നതിന് ശേഷമാണ് ഈ അവാർഡുണ്ട് എന്നുള്ള വിവരം എന്നോട് പറഞ്ഞത്. അതിനുശേഷം രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് അതിൻ്റെ ഒഫീഷ്യൽസാണ് എനിക്ക് അവാർഡ് തന്നത്. ജാതിക്ക് പ്രത്യേക പരിചരണവും ഹോമിയോ മരുന്നും നൽകിയായിരുന്നു റോയിയുടെ കൃഷിരീതി. ജാതിപത്രിയിൽ എണ്ണയുടെ അളവ് കൂടുതൽ ഉള്ളതാണ് റോയിക്ക് അംഗീകാരം ലഭിക്കുവാൻ വഴിയൊരുക്കിയത്. കാർഷിക മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിവന്ന റോയി മാത്യുവിന്റെ ആകസ്മികമായ നിര്യാണം കാർഷിക മേഖലയ്ക്ക് ഏറെ നഷ്ടമാണെന്ന് കാഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ പറഞ്ഞു. കാഡ്സിൻ്റെ സജീവ അംഗവും ഭരണസമിതി അംഗവുമായിരുന്ന ശ്രീ റോയി ശൗര്യമക്കലിൻ്റെ നിര്യാണത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഒരു കാർഷിക മേഖലയിൽ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു അദ്ദേഹം. തനതായ ശൈലി കൊണ്ടും അതോടൊപ്പം തന്നെ ഒരു വിമർശനാത്മക സ്വഭാവത്തോടു കൂടി കാർഷിക പ്രശ്നങ്ങളെ സമീപിക്കുകയും ചെയ്തിരുന്ന ശ്രീ റോയിയുടെ നേട്ടങ്ങൾ വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ കൃഷി എല്ലായ്പ്പോഴും ഒരു മാതൃകാ കൃഷിത്തോട്ടമായിരുന്നു. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഫാം സ്കൂൾ പ്രോഗ്രാമിലെല്ലാം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വെച്ചാണ് കർഷകർക്ക് പരിശീലനം നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൊക്കോ കൃഷിയാണ് ഏറ്റവും ശ്രദ്ധ ആർജിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജാതി കൃഷി. കൊക്കോയിൽ പ്രൂണിങ് ശാസ്ത്രീയമായി നടത്തുന്നത് എങ്ങനെയാണെന്നും അതിലൂടെ ഉൽപ്പാദനം മികവ് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ള കൃത്യമായ ധാരണ ശ്രീ റോയിയുടെ കൃഷി രീതിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജാതി, അദ്ദേഹത്തിൻ്റെ ഒരിടത്തുണ്ടായിരുന്ന മികച്ചയിനം ജാതിയുടെ തൈകൾ ഇന്ന് ഈ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജാതി തോട്ടത്തിൽ നിന്നാണ് നഴ്സറിക്കാർ ബഡ്വുഡ് സംഭരിച്ചിരുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം കാർഷിക മേഖലയിൽ തൻ്റേതായ വ്യക്തിത്വം സ്ഥാപിച്ചുകൊണ്ട് മികച്ച കർഷകൻ എന്നുള്ള നിലയിൽ പേരെടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാഡ്സ് 2015 കാലഘട്ടത്തിൽ അദ്ദേഹത്തെ മികച്ച ജൈവശ്രീ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. അതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ ഇന്നൊവേഷൻ അവാർഡിന് വേണ്ടി ശ്രീ റോയിയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഏറ്റവും അഭിമാനം കലർന്ന ഒരു കാര്യമാണ്. തൊടുപുഴയ്ക്കും അതോടൊപ്പം തന്നെ കരിമണ്ണൂരിനും ഒക്കെ കർഷകർക്കും എല്ലാം അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം താഴെത്തട്ടിൽ ഈ നാഷണൽ ഇന്നൊവേഷൻ അവാർഡ് കൊടുക്കുന്നത് താഴെത്തട്ടിലുള്ള കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന താഴെത്തട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നൊരു അവാർഡാണ്. സ്വന്തമായ പ്രയത്നം കൊണ്ട് മറ്റ് ടെക്നോളജികളുടെയോ മറ്റ് സാങ്കേതിക സഹായങ്ങളോ സ്വീകരിക്കാതെ സ്വയം കണ്ടെത്തിയ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന മികവിനാണ് നാഷണൽ ഇന്നൊവേഷൻ അവാർഡ് കൊടുക്കുന്നത്. അതിന് 2016 അദ്ദേഹം അർഹനാകുകയും തുടർന്ന് അദ്ദേഹത്തിന് നാട്ടിലും അതുപോലെ തന്നെ തൊടുപുഴയിലെല്ലാം വലിയ സ്വീകരണം കൊടുക്കുകയും ചെയ്ത തരുണത്തിൽ സ്മരിക്കുകയാണ്. ശ്രീ റോയിയുടെ നിര്യാണം തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് തന്നെ ഒരു നഷ്ടമാണ്. കാരണം താഴെത്തട്ടിലുള്ള കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ശരിയായ രീതിയിലുള്ള ദിശാബോധം നൽകുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങളും ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കരിമണ്ണൂരിൽ കാർഷിക മേഖലയിൽ ശ്രദ്ധേയനായിരുന്ന റോയി മാത്യു ഇനി ഓർമ്മ. സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച രാവിലെ 10:30 വസതിയിൽ ആരംഭിച്ച് പള്ളിക്കാമുറി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുള്ള സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ ഇടത് വലത് കക്ഷികൾ മത്സരിക്കുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കരിമണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിലെയും തൊടുപുഴ അർബൻ ബാങ്കിലെയും പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ ജനകീയ ധർണ നടത്തി.
നവരാത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ക്ഷേത്രങ്ങൾ. ദേശീയ ഉത്സവമായ നവരാത്രി കേരളത്തിൽ ദുർഗാപൂജയായിട്ടാണ് നടത്തപ്പെടുന്നത്. 9 ദിവസങ്ങളിലായിട്ടാണ് നവരാത്രി ആഘോഷം. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ഈ വർഷത്തെ ജവഹർ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അവാർഡ് സമർപ്പണ സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. RSSന്റെ കേരള ബ്രാൻഡ് അംബാസഡറായി പിണറായി വിജയൻ മാറിയെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി മെമ്പർ ഷാനിമോൾ ഉസ്മാൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.